ഹലോ, ഞാനിന്നൊരു ചെമ്മീൻ റോസ്റ്റാണ് വെച്ചേക്കുന്നത് കേട്ടോ. അടിപൊളി ചെമ്മീൻ റോസ്റ്റ്, നല്ല സ്വാദുള്ള. ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കിലോ ചെമ്മീൻ ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടിയതാണ്, എന്നാലും നമ്മളൊന്നുകൂടി ക്ലീൻ ചെയ്യണമല്ലോ. അപ്പോൾ അതിനകത്തേക്ക് കാശ്മീരി മുളക് പൊടി, സാധാരണ മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഞെരടി ഒരു 10 മിനിറ്റ് വെച്ചേക്കാം. എന്നിട്ട് ഞാൻ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രൈ ചെയ്ത് ഞാനിവിടെ കാണിക്കുന്നില്ല. അപ്പോൾ റോസ്റ്റിന് വേണ്ടിയിട്ടുള്ളത് കാണിച്ചു തരാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ലേശം കടുക് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് തേങ്ങ കൊത്ത്, ഒരു കഷ്ണം തേങ്ങ കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ടതിന് ശേഷം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ഒരു കഷ്ണം അതും കൂടി ഇട്ട്, പിന്നെ അതിന് ശേഷം വെളുത്തുള്ളിയുടെ അല്ലിയിലെ 2 എടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞത് അതും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം ചെറിയ ഉള്ളിയില്ലേ, ഒരു 10-12 ചെറിയ ഉള്ളി ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഈ ചെറിയ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാട്ടോ ഈ ചെമ്മീനൊക്കെ. എങ്കിലും ഞാൻ ഒരു ചെറിയ സവാളയും കൂടി ചേർത്തിട്ടുണ്ട്. സവാള ചേർത്തില്ലെങ്കിൽ ചെറിയ ഉള്ളി തന്നെ മതി, പക്ഷേ ചെറിയ ഉള്ളി ഒത്തിരി വേണമല്ലോ. അതുകൊണ്ട് ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്താണ് ഇട്ടുകൊണ്ട് ചെയ്തേട്ടോ. അപ്പോൾ നന്നായിട്ട് വഴറ്റി നല്ല മൊരിഞ്ഞു വരണം. പിന്നെ ഒരു തണ്ട് കരിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പെട്ടെന്നാവില്ല. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം പെട്ടെന്ന് വാടിക്കിട്ടും. പിന്നെ ഒരു ചെറിയ പഴുത്ത തക്കാളി മുറിച്ചിട്ടിട്ടുണ്ട്, അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴറ്റിയെന്ന് വെച്ചാൽ നന്നായിട്ട് വഴറ്റിയെടുക്കണം, എന്നാലേ അതിന് ആ ഒരു രുചി കിട്ടുള്ളൂ. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് പൊടികളൊക്കെ ഇടുന്നുണ്ട്. സാധാരണ മുളക് പൊടി 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്, കാശ്മീരി മുളക് പൊടി, കുരുമുളക്, മഞ്ഞൾപ്പൊടി. ഇതിനകത്ത് ഞാൻ ഗരം മസാല എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ആ വെള്ളം ഒന്ന് പതുക്കെ ഒന്ന് വറ്റിയെടുക്കണം. അധികം റോസ്റ്റിന് പറയുമ്പോൾ അധികം വെള്ളം വേണ്ടല്ലോ, എന്നാലും വറുത്ത പോലെ ഇരിക്കുമരുത്, ഇത്തിരി ജ്യൂസി ആയിട്ടിരിക്കാൻ വേണം. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് മുരിഞ്ഞ് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ് ആണ് കേട്ടോ ഇത്. ചെമ്മീൻ എന്ന് പറയുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് അല്ലേ, വറുക്കാനും റോസ്റ്റ് ചെയ്യാനും. കറി വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് ആർക്കും വേണ്ട. ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കഴിച്ചോളൂ. അത് എരിവൊന്നുമില്ലല്ലോ. അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ടോ. ഇങ്ങനെ മുരിഞ്ഞിങ്ങനെ വരുമ്പോഴത്തേന് ആ ചെറിയ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചിയാണത്. പിന്നെ തക്കാളിയും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂടിയുള്ള ആ ഗ്രേവി നല്ല ടേസ്റ്റായിട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റായിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റ്. അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ലഞ്ച് അടിപൊളിയായിരുന്നു കേട്ടോ. ആ ലഞ്ച് കൂടി ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ ഉണ്ടായിരുന്നെന്ന്. ഇത് സ്പെഷ്യൽ റോസ്റ്റ് ഉണ്ടാക്കിയതാണ്. പിന്നെ മീൻകറി ഒക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി എനിക്ക് വീഡിയോയിൽ കാണാൻ പറ്റില്ല, അപ്പോൾ ഞാൻ ലഞ്ചിൻ്റെ കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളി ചെമ്മീൻ റോസ്റ്റ് കാണാം. അപ്പോൾ ഓക്കെ.
എന്തൊക്കെയാണ് വിഭവങ്ങളെന്ന് നോക്കാം കേട്ടോ. കണ്ടു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ചിന് ഉണ്ടായിരുന്നത് കേട്ടോ. മീൻകറിയുണ്ട്, പപ്പടമുണ്ട്, വാഴക്കൂമ്പും പയറും കൂടി തോരനുണ്ട്, ചെമ്മീൻ റോസ്റ്റുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.